കൊച്ചലിയ, ഇയാളിത് എങ്ങോട്ടാ അപ്രത്യക്ഷമായിട്ട് പോയത്? ഞാനിവിടെ ഉണ്ട്, ഞാനിവിടെ തന്നെ ഉണ്ട്. നോക്ക്, ഞാനിവിടെ തന്നെ ഉണ്ട്, ഞാനിവിടെ ഉണ്ട്, ഞാൻ ദാ ഇവിടെ ഉണ്ട്, ഞാൻ ദാ ഇവിടെ തന്നെ ഉണ്ട്. ജിങ്കാലാല, നിനക്ക് എന്താണ് പറയാനുള്ളത്? നമ്മളെ പിടിക്കാനായിട്ടാണ് ഈ ടീം എക്സ് ഇവിടെ വന്നിരിക്കുന്നത്. ടീം എക്സ് മുതൽ ഇസഡ് വരെ വന്നാലും ഞങ്ങൾ ആ മൂർത്തി കൈക്കലാക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അല്ല, നമ്മൾ എന്തിനാ പൊട്ടിപ്പോയ മൂർത്തിയെ കൂടെ കൊണ്ടുപോകുന്നത്? ആ മൂർത്തിക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അത് നമ്മുടെ കയ്യിലുള്ള ശക്തികളെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അതിനെ 3 ഭാഗങ്ങളായി പകുത്ത് നഗരത്തിലെ 3 ഭാഗങ്ങളിലായി വെച്ചിരിക്കുന്നത്. നമ്മൾ ഇന്ന് ആദ്യത്തെ ഭാഗം കൊണ്ടുപോകും. ടീം എക്സിന് എന്റെ മൈൻഡ് മാജിക് പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. കൊച്ചലിയ, ഇത്രയും ഡ്യൂപ്ലിക്കേറ്റുകളോ? അയ്യോ. അല്ല ഹണി, ഇതിലെന്തോ പന്തികേടുണ്ടല്ലോ. അതിനെ കുറിച്ച് നമുക്ക് പിന്നീട് ആലോചിക്കാം. ഇപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എല്ലാവരെയും പിടിക്കുക എന്നതാണ്. ഇവന്മാർ ഈ മൂർത്തിയുടെ അടുത്ത് ഒരിക്കലും എത്തരുത്. സംശയമുണ്ടോ? ആരും രക്ഷപ്പെടാൻ പാടില്ല. ഞാൻ സ്വിമ്മിംഗ് പൂളിനടുത്തേക്ക് പോകാം, നീ റോഡിലോട്ട് വെക്കോ. എന്റെ കയ്യിൽ നിന്ന് അവ എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? ജിങ്കാലാല, എന്നെ ഒന്ന് രക്ഷിക്ക്, രക്ഷിക്ക്. എടാ വിട്ടി, നീ അവിടെ എന്തെടുക്കുവായിരുന്നു? ഞാൻ വിചാരിച്ചു അത് ശരിക്കും അങ്ങാണെന്ന്. ഒന്നുകൊണ്ടും പേടിക്കണ്ട ജിങ്ക, ഞാൻ ദാ വരുന്നു. നീ എന്തായി കാണിച്ചത്? അത് 8 കാലികളുടെ വലയല്ലേ? 8 കാലികൾ തന്നെ ആ വല പൊട്ടിച്ചു മാറ്റിക്കൊള്ളും ജിങ്കാലാല. അത്ര പെട്ടെന്ന് നിനക്ക് രക്ഷപ്പെടാനാവില്ല. സംശയമുണ്ടോ? അയ്യോ, വേഗം മൂർത്തി എടുക്ക്, എന്നിട്ട് അവിടുന്ന് രക്ഷപ്പെടാം. കൂട്ടുകാരെ, അവൻ മൂർത്തി എടുത്തോണ്ട് രക്ഷപ്പെടുകയാണ്, വേഗം പിടിക്കണം.
അടിപൊളി, വേഗം വരൂ. ശത്രുക്കളുടെ മുന്നിൽ ഒരിക്കലും മുട്ടുമടക്കില്ല ഞാൻ. എന്റെ പേരാണ് ജിങ്കാലാല. ഇതാണ് എന്റെ പേര്. ഓ, അവരാ മൂർത്തിയും കൊണ്ട് പോയി. കൊച്ചലിയ നമ്മളാ ജിങ്കാലാലി ഇടിക്കുന്ന സമയത്ത് അവന്റെ ദേഹത്ത് ഒരിടി പോലും കൊണ്ടില്ലല്ലോ, അതെന്തുകൊണ്ടാ? അവൻ നമ്മുടെ മുമ്പിൽ മൈം ഗെയിം കളിക്കുകയാണ്. അതെല്ലാം ഹോളോഗ്രാഫിക് ഇമേജസ് ആണ്. അതിൽ ഒരെണ്ണം മാത്രമാണ് ഒറിജിനൽ. ആദ്യമായിട്ട് ഒരാള് ടീം എക്സിനെ തോൽപ്പിച്ച് കടന്നു കളയുന്നത് സംശയമുണ്ടോ? ഇന്നത്തെ ചൂടുള്ള വാർത്ത, ടീം എക്സ് പരാജയപ്പെട്ടിരിക്കുന്നു. ടീം എക്സ് അവസാനിച്ചിരിക്കുന്നു. സ്വസ്ഥമായി ഉറങ്ങാൻ ഉറക്കഗുളിക കഴിക്കൂ. ഇതാദ്യമായിട്ടാണ് ടീം എക്സ് തോൽക്കുന്നത്. ഇവിടെ വരൂ, ഇവിടെ വരൂ. ഇതാദ്യമായിട്ടാണ് ടീം എക്സ് തോറ്റിരിക്കുന്നത്. അവർക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നത് ജിങ്കാലാല നഗരത്തിലുള്ളവരെയെല്ലാം വിറപ്പിച്ചിരിക്കുകയാണ്. ടീം എക്സിന് ഇത് വലിയൊരു വെല്ലുവിളിയാണ്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചതെന്ന് ഞങ്ങൾ പറഞ്ഞു തരാം. ആദ്യമായി ഞങ്ങളുടെ ചാനലിൽ സത്യങ്ങൾക്ക് നേർക്ക് നേരെ. ഇവിടെ ഒരു ഓവറാവാൻ ഇത് ക്രിക്കറ്റ് അല്ല, ഞാൻ അമ്പയറും അല്ല. സ്വന്തമായി ഹീറോ എന്ന് വിചാരിച്ചവർ ഇപ്പോ സീറോയായി മാറിയിരിക്കുന്നു. മൂർത്തിയുടെ ഒരു ഭാഗം മോഷണം പോയി. ടീം എക്സിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ടീം എക്സിന് ഇപ്പോ പഴയ ശക്തിയില്ല. ടീം എക്സിന് ഇനി രക്ഷയില്ല. ഓ, ഇതിപ്പോ വല്ലാത്ത നാണക്കേടായി പോയി. അയാള് പറഞ്ഞതിൽ കാര്യമില്ലാതില്ല. നമ്മൾ തോറ്റുപോയി. നമ്മൾ ഒരിക്കൽ കൂടി ജയിച്ച് കാണിച്ചു കൊടുക്കണം കൊച്ചലിയ. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. ആ ജിങ്കാലാലയുടെ കൂട്ടുകാരന്റെ കയ്യിൽ സൂപ്പർ പവേഴ്സ് ഉണ്ട്. സംശയമുണ്ടോ? അതിനെന്താ പ്രശ്നം? നമ്മളും സൂപ്പർ ഹീറോസ് അല്ലേ? പക്ഷെ അവരോട് മത്സരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൂപ്പർ പവേഴ്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ കൈയും കെട്ടി നോക്കി നിൽക്കണമെന്നാണോ? എന്തെങ്കിലും ഒരു വഴി നമ്മൾ എത്രയും വേഗം കണ്ടുപിടിച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് തന്നെയാണ്. ആദ്യം താനും മിണ്ടാതിരിക്കെ. ഡോക്ടർ ബാലു ആരോടാണ് വഴക്കുണ്ടാക്കുന്നത്? വരൂ, നമുക്ക് ഞാൻ നോക്കാം. സംസാരിക്കും എന്നാ ഞാൻ സംസാരിക്കും. എന്നോട് സംസാരിക്കണമെന്ന് പറയാൻ നീ ആരാടാ? ഞാൻ സംസാരിക്കും എന്നാ ഞാൻ സംസാരിക്കും. ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. നീ എന്റെ സഹോദരനല്ല, ഒരു കാലനാണ്. നീ എന്റെ ഈ സഹോദരനല്ല, ഒരു ഭ്രാന്തനാണ്. നീ ടീം എക്സിന്റെ പേരാണ് നശിപ്പിച്ചത്. ഞാൻ എന്റെ ജോലി മാത്രമാണ് ചെയ്തത്. ഇനിമേലിൽ നിന്റെ ഈ മുഖം എന്റെ മുന്നിൽ കണ്ടുപോകരുത്. നിന്നെയും എന്റെ മുന്നിൽ കണ്ടുപോകരുത്. ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ, ഇവിടെ വരൂ. ചേട്ടാ, കണ്ടിട്ടേ ഒരു ഗുസ്തി മത്സരം നടക്കുന്ന പോലെ ഉണ്ട്. നാട്ടിലുള്ള എന്റെ വല്യമ്മയുടെ തലയിൽ മുഴുവൻ പേനാണ്. നിങ്ങൾ തമ്മിൽ വഴക്കിടണ്ട. കവിത ചൊല്ലുന്നത് എന്റെ ജോലിയാണ്. അടികൈ. പടവലങ്ങയാണ്, മുരിങ്ങക്കോലാണ് എന്ന് വിചാരിക്കരുത്. തേങ്ങ കഴിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അത് പൊട്ടിക്കാതെ കഴിക്കരുത്. ഞങ്ങൾ തമ്മിലുള്ള വഴക്കിനിടയിൽ ഇടപെടരുത്. മനസ്സിലായോ? കുട്ടികൾക്കൊരിക്കലും ഫോൺ കൊടുക്കരുത്. മറ്റുള്ളവരെ ഒരിക്കലും വിഷമിപ്പിക്കരുത്. ഇനിമേലാൽ നീ എന്നെ നിന്റെ സഹോദരനായി കണ്ട് ഒരിക്കലും വിളിക്കരുത്. ഈ നാട്ടിലെ സമാധാനം ഇല്ലാതാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളാണ് അതിന് കാരണമെങ്കിൽ ഞാൻ വെറുതെ വിടുകയുമില്ല. എന്റെ ഭായി, ടീം എക്സ് നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവരൊരു പ്രാവശ്യം തോറ്റുപോയതിന് എന്താ പ്രശ്നം? അത് ശരിയാണ്. ചേട്ടന് ഒരിക്കൽ ക്രിക്കറ്റ് ട്രെയിനിങ് എക്സാമിൽ തോറ്റുപോയതാണ്. അതിനെന്താ? ജിമ്മിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല. ട്രെയിനർ തന്നെയല്ലേ? അല്ലേ ചേട്ടാ? നീ എന്നെ നാണം കെടുത്തി അടങ്ങുമല്ലേ? അതിപ്പോ ഈ നാട്ടുകാർ മുഴുവനും അറിഞ്ഞില്ലേടാ. അയ്യോ അല്ല ചേട്ടാ, ഞാൻ വെറും എക്സാമ്പിൾ മാത്രമാണ് പറഞ്ഞത്. ടീം എക്സ് എന്നല്ല, ആരായാലും അവിടെ തോറ്റുപോയത്. ജിങ്കാലാല ബോബോ ഡിംസൺ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നാണ് സൂപ്പർ പവറിനെ കുറിച്ച് പഠിച്ചിരിക്കുന്നത്. ഗോമോ ഡിംസം ഇൻസ്റ്റിറ്റ്യൂട്ടോ? അതെ, ഞാൻ അവിടെ പഠിക്കുന്ന കാലത്ത് ജിങ്കാലാല അവിടുത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. അവന് മൈൻഡ് മാജിക് നന്നായിട്ട് അറിയാം. ആ കോളേജിൽ പഠിച്ച ഏതെങ്കിലും സ്റ്റുഡന്റിന് മാത്രമേ അവനെ തോൽപ്പിക്കാനാകൂ. താങ്കളോടത്തെ സ്റ്റുഡന്റ് അല്ലേ? അതെ, ഞാൻ ജിങ്കാലാലെ പോലെ ഹൈ പവർ ഒന്നും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഓഹോ, അപ്പൊ അവിടെ പോയി പഠിച്ചു കഴിഞ്ഞാൽ ജിങ്കാലാലെ തോപ്പിക്കാൻ പറ്റുമല്ലേ? എന്നാ പിന്നെ ഞങ്ങളോടൊന്ന് ട്രെയിനിങ് എടുക്കാം. എന്നിട്ട് തോറ്റതിന് പ്രതികാരം വീട്ടാം. ഇവന്റെ വിചാരം ടീം എക്സ് തോറ്റതിന് പകരം ചോദിക്കുന്നാണ്. അതായത് ടീം എക്സ്. ഇവിടെ ഒരു ടീം എക്സിന് പകരം ടീം എക്സ് ചോദിക്കും. നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്? എന്റെ ഡോക്ടറെ, ഞങ്ങൾ തന്നെ ടീം എക്സ്. ഈ ഹണിയുള്ളിടത്തോളം നമുക്ക് ഈ രഹസ്യം അധികം നാൾ ഒളിപ്പിച്ചു വയ്ക്കാനാവില്ല. അതെ, ഞങ്ങൾ തന്നെയാണ് ടീം. ഞങ്ങൾക്ക് തന്നെയാണ് സൂപ്പർ പവറിനെ കുറിച്ച് പഠിച്ച് ആ ജിങ്കാലാലയെ തോൽപ്പിക്കേണ്ടത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? ഹിമാലയത്തിലാണ്, 555 എന്ന ഗ്രാമത്തിൽ. ആ ഭൂമി എന്റെ അമ്മയാണ്. പക്ഷെ താങ്കളുടെ അമ്മയുടെ പേര്, അതായത് ഈ ഗ്രാമത്തിന്റെ പേര് ഇതിനു മുമ്പ് കേട്ടിട്ടേ ഇല്ലല്ലോ.
അത് കേൾക്കാനും പറ്റില്ല. ഈ ഗ്രാമത്തിന്റെ പേര് നമ്മുടെ ഭൂഗോളത്തിൽ എങ്ങും തന്നെ ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ അങ്ങോട്ട് പോകും? എന്റെ മാജിക്കിലൂടെ നിങ്ങളെ ഞാൻ അവിടെ എത്തിക്കാം. അത് വളരെ അപകടം പിടിച്ച സ്ഥലമാണ്. എന്റെ ഭായി, അപകടവും സംഭവിക്കാതെ ഞാൻ നോക്കിക്കോളാം. ഞാനും ഇവർക്കൊപ്പം പോകാം. അതെ, ഇവർ ടീം എക്സും ആണ്, ഞങ്ങളുടെ ഫ്രണ്ട്സും ആണ്. ഇവരുടെ പേര് തിരിച്ചു പിടിക്കാൻ ചേട്ടൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരും. അതെ, എനിക്കൊരു കൂട്ടായിട്ട് ഞാൻ നിന്നെയും കൊണ്ടുപോകുന്നുണ്ട്. എന്താ, റെഡിയല്ലേ? ഞാനോ? ചേട്ടാ, ഞാൻ വന്നിട്ട് എന്ത് ചെയ്യാനാ? ചേട്ടൻ ഒറ്റയ്ക്ക് തന്നെ ധാരാളമല്ലേ? വേഗം പറ, ഇവിടെ ആരൊക്കെയാ പോകുന്നത്? വേഗം. ഞങ്ങൾ 4 പേരും തോത്താറാമും കിറ്റ്കിറ്റും. റെഡി. അകടം പകടം ബോംബെ ബൂം. ഇവരെ വേഗം 555 ഗ്രാമത്തിലേക്ക് എത്തിക്കൂ. അടിച്ചു പൊളിച്ചു തിമിർത്തു. എത്ര സുന്ദരമായ ഗ്രാമമാണ്. അതെ, ഇനി മുമ്മും ഡിംഷും ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചാണ് അറിയേണ്ടത്. ചേട്ടാ, ഈ മുമ്മും ഡിംഷും ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണെന്ന് അറിയോ? പ്രത്യക്ഷമായല്ലോ. അതെ, ഈ മുമ്മും ഡിംഷും ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്ന് ചോദിച്ചോട്ടെ, ഈ മുമ്മും ഡിംഷും അല്ല, ഈ മുമ്മും ഡിംഷും ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തോന്നുന്നത് ഇവിടെ എല്ലാവരുടെയും കയ്യിൽ സൂപ്പർ പവേഴ്സ് ഉണ്ടെന്നാണ്. ഇവിടെ ആരും എന്താ അഡ്രസ് പറഞ്ഞു തരാത്തത്? I know where is Momo Dimsum Institute. Come with me. Give me your money. ചേട്ടാ, ചേട്ടാ, ഈ 3 പേര് ചേർന്ന് 6 പേരെ കൊള്ളടിക്കാൻ വന്നിരിക്കുകയാണ്. ഇവന്മാരെന്താ മണ്ടന്മാരാണോ? അതെ, മിക്കവാറും നമ്മൾ ഇവന്മാരുടെ മണ്ട അടിച്ച് പൊളിക്കേണ്ടി വരും എന്നാ തോന്നുന്നത്. സംശയമുണ്ടോ? കൊച്ചലിയ, ഇവർക്ക് മാജിക് അറിയാം. അപ്പൊ ഇദ്ദേഹം തന്നെ ആയിരിക്കും ഗുരു. എന്റെ ഭായി, ഇത് ഗുരുവൊന്നുമല്ല, ഗുരു കോളേജിലുണ്ടാവും. യുവമാരുടെ കാര്യം ഞാൻ ഏറ്റു. താങ്ക് യു. നിങ്ങൾ ആ ഗുണ്ടകളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു. ഇവിടെയുള്ള ഗുണ്ടകൾക്ക് മാന്ത്രിക ശക്തി ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഇവര് ഗുണ്ടകളൊന്നുമല്ല, ഇവിടുത്തെ അംഗരക്ഷകരാണ്. നിങ്ങൾക്ക് ഈ ഗ്രാമത്തിലേക്ക് കടക്കാനുള്ള യോഗ്യതയുണ്ടോന്ന് ഇവരൊന്ന് ചെറുതായിട്ടൊന്ന് പരീക്ഷിച്ചു നോക്കിയതാണ്. പറയൂ, മോമോ ഡിംസം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കാര്യം നിങ്ങൾ എന്തിനാണ് ചോദിച്ചത്? ഞങ്ങൾക്ക് മൈ മാജിക് പഠിക്കണം. അത് പഠിക്കാൻ പറ്റില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംഭവം നടന്നിരുന്നു. ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 3 മികച്ച വിദ്യാർത്ഥികൾ ചേർന്ന് മൈൻഡ് മാജിക് അവരുടെ സ്വാർത്ഥതയ്ക്ക് ഉപയോഗിക്കാൻ തുടങ്ങി.
അവർക്കറിയാമായിരുന്നു, അതായത് ഞങ്ങളുടെ ഗുരു ശ്രീ ശ്രീ ക്ലിംബിഡിജി അദ്ദേഹത്തിന്റെ മന്ത്രശക്തികളും തന്ത്രശക്തികളും ഒരു മൂർത്തിയിൽ ആവാഹിച്ചിരുന്നു എന്ന്. ആ മൂർത്തിയുടെ കയ്യിലുള്ള ഗ്ലൗസ്, ഹെഡ്, പിന്നെ യുനാനി ഡ്രസ്സിൽ ഒരുപാട് പവറുകൾ ഉണ്ട്. അതൊരുമിച്ച് ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിശാലിയായ മൈൻഡ് മജീഷ്യനായി മാറാൻ കഴിയും. ആ ശക്തി അങ്ങനെ ആർക്കും ദുരുപയോഗം ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഗുരുജി സ്വന്തം മാന്ത്രിക ശക്തി കൊണ്ട് ആ മൂർത്തിയെ 3 പകുതികളാക്കി മാറ്റി ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിലായി വെച്ചിരിക്കുകയാണ്. അഥവാ ആ 3 വിദ്യാർത്ഥികൾ ചേർന്ന് ആ മൂർത്തിയെ ഒരുമിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വിദ്യാർത്ഥികളെ തോൽപ്പിക്കാൻ ആർക്കുമാവില്ല. മാത്രമല്ല അവർ ഇൻസ്റ്റിറ്റ്യൂട്ട് പിടിച്ചടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് പുറത്തുനിന്ന് ആര് വന്നാലും അവരെ മൈൻഡ് മാജിക് പഠിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു. ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളോടൊന്ന് മൈൻഡ് മാജിക് പഠിക്കുന്നതേ ഒരു തട്ടിപ്പുകാരനായ മാജിക്കാരനെ പിടിക്കാൻ വേണ്ടിട്ടാണ്. ചേട്ടാ, ഈ വയസ്സായ കിളവനോട് അവരുടെ അഡ്രസ് ഒന്ന് ചോദിച്ചൂടെ? നിങ്ങളിപ്പോ എതിരാളികളല്ല, നിങ്ങളെ ഞാൻ തെറ്റിദ്ധരിച്ചു. നിങ്ങൾ ആദ്യം ഞങ്ങൾക്ക് മോമോ ഡിംഷ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അഡ്രസ് പറഞ്ഞതാ, അതിനുശേഷം വേണമെങ്കിൽ തെറ്റിദ്ധരിച്ചോ. ഞാൻ നിങ്ങൾക്ക് നല്ല ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി തരാം. നല്ല ടേസ്റ്റ് ഫുഡ് ഐറ്റംസ് ആണുള്ളത്. പിന്നെ വീട്ടിലേക്ക് റേഷനറിയുമായിട്ട് പോകും. നിങ്ങളെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ വീണ്ടും വല്ലാണ്ട് തെറ്റിദ്ധരിച്ചു. ചേട്ടാ, ഇയാളുടെ വീട്ടുകാർക്ക് നല്ല സങ്കടം ഉണ്ടാവുമല്ലോ. ഇയാൾ പറയുന്നതൊക്കെ തെറ്റിദ്ധരിക്കുമല്ലോ ചേട്ടാ. നോക്ക്, ഞങ്ങളുടെ കയ്യിൽ അധിക സമയമില്ല. ഞങ്ങളുടെ നാട് ആപത്തില്ല. മാത്രമല്ല ദുഷ്ടശക്തിയെ ഞങ്ങൾക്ക് നശിപ്പിക്കണം, എന്നിട്ട് നാടിനെ രക്ഷിക്കണം. താങ്കൾക്ക് അഡ്രസ് അറിയാമെങ്കിൽ പറയൂ, അല്ലെങ്കിൽ ഞങ്ങൾ വേറെ ആയിടത്തേക്ക് ചോദിക്കാം. നിങ്ങൾ നല്ലവര് തന്നെയാണ്. എന്റെ കൂടെ വരൂ, ഞാൻ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? എന്റെ ഭായി, നമുക്ക് ശരിക്കും ആഹാരം വാങ്ങി തരാനായിരിക്കും അയാൾ ഇങ്ങോട്ടേക്ക് നമ്മളെ കൊണ്ടുവന്നത്. ചിലപ്പോ വീണ്ടും തെറ്റിദ്ധരിക്കും. ഇവിടെ എല്ലാം മാജിക്കലാണ്. സംശയമുണ്ടോ? ഒരു ഭാഗത്ത് മരുഭൂമിയും മറ്റൊരു ഭാഗത്ത് മഞ്ഞുമാണല്ലോ. മോമോ ഡിംഷം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ചേട്ടാ, നമ്മുടെ വല്ല ആശ്രമത്തിലോട്ടാണോ വന്നത്? സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഇവിടെ കിട്ടും. നല്ല വിശപ്പുണ്ട്. ഒരു ചിക്കൻ നൂഡിൽസും ചില്ലി ഗോപിയും വേഗം കൊണ്ടുപോവാ. ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. എന്റെ ഭായി, തെറ്റിദ്ധരിക്കണ്ട. ഞങ്ങൾ വലിയ ഓർഡർ പിന്നാലെ തന്നോളാം. ആദ്യം ഞങ്ങൾക്ക് ഗുരുവിനെ കാണണം. വിഡ്ഢികളെ, ഞാൻ തന്നെയാണോ ഗുരു? മതി തമാശ കളിച്ചത്. ഇനി നിങ്ങളെ വേഗം ഗുരുവിനെ കാണിക്കാൻ നോക്ക്. തമാശയോ? നല്ല തമാശ. ഈ റിങ്ങിലൂടെ ചാടാനാണോ? എങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം ഞങ്ങളുടെ അവിടുത്തെ കാർണിവലിൽ ഇത് കാണിക്കാം. എന്റെ ചേട്ടാ, ഇത് ഭയങ്കര തട്ടിപ്പാണ്. വല്ലാണ്ട് ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ കൈ പിടിക്ക. ഇതിനാണ് മാന്ത്രിക ശക്തി എന്ന് പറയുന്നത്. ഞങ്ങൾ വേൾഡ് ടൂർ നടത്താനല്ല വന്നത്. എത്രയും പെട്ടെന്ന് ജിങ്കാലാലയെ പിടിക്കണം. അല്ലാണ്ട് ഈ മാജിക് കൊണ്ട് നൂഡിൽസ് ഒന്നും ഉണ്ടാക്കാനല്ലല്ലോ. അയ്യോ, മിണ്ടരുത് മരമണ്ടന്മാരെ. ഇത് മൈൻഡ് മാജിക് ആണ്. പക്ഷേ നിങ്ങളെ കൊണ്ടൊരു ചുക്കം നടക്കില്ല. ഈ വിദ്യക്ക് വില കൊടുക്കാത്തവർക്ക് മൈൻഡ് മാജിക് പഠിപ്പിച്ചു കൊടുക്കരുതെന്നാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നിയമം. എന്റെ ചേട്ടാ, ഇത് കുറച്ച് പവർ കൂടിയ ഐറ്റം ആണല്ലോ. നമ്മുടെ തലച്ചോറിലെ ശക്തിയാണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്.
പക്ഷേ നിങ്ങൾ മൈൻഡ് മാജിക് പഠിക്കാൻ ഒട്ടും തന്നെ യോഗ്യരല്ല. ഞാൻ വല്ലാതെ തെറ്റിദ്ധരിച്ചു. അയ്യോ അങ്ങനെയല്ല, ഞങ്ങൾക്ക് മാപ്പ് തരണം. ഇവിടുന്ന് പുറത്തു പോകൂ. ഞങ്ങൾക്കും വാശിയുണ്ട്. മൈൻഡ് മാജിക് പഠിക്കാതെ ഇവിടുന്ന് ഞങ്ങൾ ഒരു അടി പോലും മുമ്പോട്ട് പോവില്ല. ഇത്രയും മാനക്കേട് ഇതുവരെ ഉണ്ടായിട്ടില്ല. സംശയമുണ്ടോ? എന്നെ പലതവണ മാന കെടുത്തിയിട്ടുണ്ട്, പക്ഷെ മന്ത്രം കൊണ്ടുള്ള മാനക്കേട് ഇന്ന് ആദ്യമായിട്ടാണ് എനിക്കുണ്ടായത്. നമുക്ക് എങ്ങനെയെങ്കിലും ഗുരുജിയെ പറഞ്ഞ് മനസ്സിലാക്കണം. അദ്ദേഹത്തിന്റെ ദേഷ്യം കുറച്ചൊന്ന് കുറയട്ടെ, പിന്നെ ചെല്ലാം. സംശയമുണ്ടോ? കൊച്ചലിയ, നമുക്ക് ഓരോ മഞ്ചോസും കഴിച്ചാലോ? അപ്പൊ പിന്നെ തലേന്ന് തണുക്കുകയും ചെയ്യും. ഇതാ കടയിൽ നല്ല തിരക്കുണ്ട്, നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. നഗരത്തിലെ സെക്യൂരിറ്റി സിസ്റ്റവും നമ്മുടെ മുമ്പിൽ മുട്ടുമടക്കിയിരിക്കുകയാണ്. എന്റെ പേരാണ് ജിങ്കാലാല. ഇന്ന് മൂർത്തിയുടെ രണ്ടാമത്തെ ഭാഗവും ഞാൻ കൊണ്ടുപോകും. 12 ദിവസങ്ങൾക്ക് ശേഷം മൂർത്തിയുടെ തലയും ഞാൻ എടുത്തോണ്ട് പോകും. തടയാൻ കഴിയുമെങ്കിൽ എന്നെ ഒന്ന് തടഞ്ഞു കാണിക്കാം. ഇവിടെ വരൂ. ഇത് ജിങ്കാലാലയുടെ പവറാണ്. ഈ മൂർത്തി പറക്കുകയാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത്? മൂർത്തിയുടെ 2 പാർട്സ് പോയി കഴിഞ്ഞു. ഇനി തല മാത്രമേ ഉള്ളൂ. ഇതിനെക്കുറിച്ച് ആഴത്തിൽ ചിന്തിച്ച് എന്റെ തലമുടിയൊക്കെ കൊഴിഞ്ഞു. ഒന്നിനും പ്രതികരിക്കാത്ത ടീം എക്സ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്ന് ആർക്കും അറിയില്ല. ജനങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ടീം എക്സ് ഇവിടെ വരൂ. നാടിന്റെ മാനം നിങ്ങൾ കാക്കൂ. എനിക്ക് ഉത്തരം തരൂ. എനിക്ക് ഉത്തരം തരൂ. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഉത്തരമാണ്. നമുക്ക് ഗുരുജിയെ സന്തോഷിപ്പിച്ച് മൈൻഡ് മാജിക് കണ്ടുപഠിക്കണം. അതും 2 ദിവസത്തിനുള്ളിൽ. ജിങ്കയുടെ കയ്യിൽ മൂർത്തിയെ മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിമാനാകും. ഇവിടെ എന്താണ് ഈ സംഭവിക്കുന്നത്? അറിയില്ല. വാതില് തുറന്നു കിടക്കുക. അകത്തേക്ക് പോകാം. ഇത് അവരാണെന്നാ തോന്നുന്നത്. മിക്കവാറും ഇവരെ കുറിച്ചായിരിക്കും ഗുരുജി പറഞ്ഞത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കൈയടക്കാൻ ശ്രമിക്കുന്നത് ഇവരാണ്. ഇതാ ഹരിയാലി എത്തിക്കഴിഞ്ഞു. നിങ്ങളെ ഓരോരുത്തരെ ഞാൻ നശിപ്പിച്ചു കളയും. ഹരിയാലിയുടെ മുന്നിൽ നിങ്ങളെല്ലാം വെറും കുഞ്ഞലി. സുഖം തന്നെയല്ലേ മകളെ? കുറെ നാളുകൾക്ക് ശേഷം ഇപ്പോഴാണോ ഈ വയസ്സായ അച്ഛനെ കുറിച്ച് നിനക്ക് ചിന്തയുണ്ടായത്? നീ ഇല്ലാതെ ഈ വീട് മുഴുവൻ ശൂന്യമായി കിടക്കുകയാണ്. ഹോയ് ഹോയ്, സുഖമാണോ നിനക്ക്? ഗുരുജി, ഇത് താങ്കളുടെ മകളല്ല, ഹരിയാലിയാണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പിടിച്ചടക്കാൻ വന്നിരിക്കുകയാണ്. ഞാൻ തെറ്റിദ്ധരിച്ചു പോയി. അത് കൊള്ളാം. ഹരിയാലിക്ക് മുന്നിൽ നിങ്ങളെല്ലാം വെറും ചുണ്ടലി. വൈകാതെ തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഞാൻ എന്നെ സ്വന്തമാക്കും. മന്ത്രശക്തി ഉപയോഗിച്ച് നിങ്ങളുടെ തലച്ചോറെല്ലാം മരവിച്ചിരിക്കുകയാണ്. എപ്പ എന്താ പറയേണ്ടത് ഒരു പിടിയും ഇല്ല. ഓ അത് ശരി. പിടിയില്ലാത്തത് കൊണ്ടായിരിക്കും വാചകക്കാരനും പിന്നെ പാചകക്കാരനും ആവുന്നേ. ഞാൻ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഈ സ്ഥലം എന്റെ സംരക്ഷണത്തിലാണ്. ഈ ഹരിയാലിക്ക് മുന്നിൽ എല്ലാവരും ചുണ്ടലി. നിർത്തോ, ഇല്ലെങ്കിൽ നിങ്ങളെ ഈ നാടിനെ ഞാൻ വേരോടെ പിഴുതെടുക്കും. നമുക്ക് എങ്ങനെയെങ്കിലും ഗുരുജിയെ സഹായിക്കണം. വാ. ഹരിയാലി, നീ ഞങ്ങൾക്ക് കരിഞ്ഞാലിയാ. കരിഞ്ഞാലി, സംശയമുണ്ടോ?
എന്റെ ഭായി അവരുടെ കപ്പാസിറ്റിക്ക് വേണ്ടി എക്സ്ട്രാ ട്രൈ ചെയ്യുകയാണ്. രണ്ടുപേര് മുമ്പിലൂടെയും രണ്ടുപേര് പുറകിലൂടെ ആക്രമിക്കുക. ഇനി ഈ നാടിന് ഹരിയാലിയുടെ മന്ത്രശക്തിയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാനാവില്ല. ഒരിക്കലുമില്ല. ഇതൊരിക്കലും നടക്കില്ല. എന്റെ ഭായി നിങ്ങൾ പുലിക്കുട്ടികളാ, തകർത്തോ. അയ്യോ, ഞങ്ങള് പൂച്ചയുടെ കുട്ടികളാണ്. രക്ഷപ്പെട്ടോ. ഈ ക്യാപ്പും ഹെഡും ഗ്ലൗസും ഭയങ്കര പവർഫുള്ളാണ്. ഇത് അമൂല്യ വസ്തുക്കളാണ്. ഇത് ധരിക്കുന്നത് അത്ര നിസ്സാര കാര്യമൊന്നുമല്ല. ഈ വസ്തുക്കൾ അവരുടെ യോദ്ധാക്കളെ സ്വയം തെരഞ്ഞെടുക്കുകയാണ് ചെയ്യാറ്. അതായത് നിങ്ങളുടെ തലവരെ തെളിഞ്ഞിരിക്കുകയാണ്. പറയൂ, നിങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനിങ് എടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്തിനാണ്? ഗുരുജി, ജിങ്കാലാലെ ഹുർഹുറും ഞങ്ങളുടെ നാട് നശിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അവരിവിടെ നിന്നാണല്ല പഠിച്ചേ. അവരെ തോൽപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പരിശീലനം കിട്ടിയേ മതിയാവൂ. ആ ജിങ്കാലാലയും ഹുറൂറും ചേർന്ന് ഇവിടുത്തെ നിയമങ്ങളെല്ലാം മാറ്റിയിരിക്കുകയാണ്. മൈൻഡ് മാജിക് അവർ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചു. അവരെ ശിക്ഷിക്കാൻ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ട്രെയിനിങ് തരുന്നതാണ്. ചേട്ടാ, എല്ലാവരും രാവിലെ വിളിച്ചുണർത്തിയിട്ട് ഇയാൾ കിടന്ന് ഉറങ്ങുകയാണല്ലോ. ഞാനാകെ തെറ്റിദ്ധരിച്ചു. ഞാൻ കിടന്ന് ഉറങ്ങുകയല്ല, ഞാൻ മെഡിറ്റേഷൻ ചെയ്തോണ്ടിരിക്കുകയാണ്. ഗുരുജി, ഈ മരത്തലം പറയുന്ന കേട്ടൊന്നും വിശ്വസിക്കല്ലേ. അങ്ങ് പറ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? സ്വെറ്റർ ഉണ്ടാക്കൂ. തണുപ്പ് വരുന്നുണ്ട്. തണുപ്പ് കാലത്ത് സ്വെറ്ററിന്റെ കച്ചവടം പൊട്ടിക്കും. കയ്യിലിടുന്ന ഗ്ലൗസും മഫ്ലറും ഉണ്ടാക്കാൻ മറക്കരുത്. എന്റെ ഭായി, ഇയാളുടെ തലച്ചോറ് വീണ്ടും സ്റ്റേഷൻ വിട്ടു പോയെന്നാ തോന്നുന്നേ. വീണ്ടും അദ്ദേഹം തെറ്റിദ്ധരിക്കും. ഞാനെല്ലാം കേട്ടു, പക്ഷെ ഞാൻ അങ്ങനെ തെറ്റിദ്ധരിക്കില്ല. നിങ്ങൾ എല്ലാവരും വളരെ നല്ലവരാണ്. മെഡിറ്റേഷൻ തന്നെ നമുക്ക് ആദ്യം തുടങ്ങിക്കളയാം. നിങ്ങളുടെ എല്ലാം തലച്ചോറ് ഏകാഗ്രമാക്ക്. മാന്ത്രിക ശക്തി സംയോജിപ്പിക്കണം. അതിലൂടെ നിങ്ങൾക്ക് മൈൻഡ് മാജിക് ചെയ്യാൻ സാധിക്കും. ഗുരുജി, എന്നെ കൊണ്ട് വേറെ എന്തെങ്കിലും ചെയ്യിക്കുന്നതായിരിക്കും നല്ലത്. അതെന്താ മോനെ? കാരണം എന്റെ തലച്ചോറിന്റെ ഡിപ്പാർട്ട്മെന്റ് പണ്ടേ കാലിയാണ്. ട്രൈ ചെയ്യ്. വേഗം മെഡിറ്റേഷൻ ചെയ്യൂ. എന്റെ ഭായി, ഞങ്ങളുടെ ഫ്രണ്ട് കം ഫിലോസഫ് കം ടൈറ്റ് കം ബോഡി ഗാർഡ്സ് ആണ്. ഞങ്ങളുടെ ജോലി ഇവരെ ഗൈഡ് ചെയ്ത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഇവരുടെ ബോഡി ഗാർഡ് ചെയ്യുക എന്നതാണ്. എന്തെങ്കിലും പഠിപ്പിക്കണമെങ്കിൽ ദാ ഇവരെ പഠിപ്പിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ നീ ആ കാണുന്ന ചുമരിന്റെ പുറകിൽ പോയിരിക്കേ. എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യേ. സോറി, രാത്രി കുറച്ച് വൈകിയല്ലേ കിടന്നത്, അതുകൊണ്ട് ഉറക്കം വന്നു. നിങ്ങളുടെ മാന്ത്രിക ശക്തി ഉപയോഗിച്ച് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. ഇതുപോലെ മനസ്സുറപ്പിച്ച് ഫയറിംഗ് ഉണ്ടാക്കിയതിനു ശേഷം ആലോചിക്കൂ നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടതെന്ന്.
സാധിക്കുന്നില്ല. സാധിക്കും സാധിക്കും. എന്റെ കൂടെ വരൂ. ഇങ്ങോട്ടെന്തിനാ കൊണ്ടുവന്നത്? ഭയങ്കര ചൂടല്ലേ? സംശയമുണ്ടോ? അതെ, അധികം വൈകാതെ തന്നെ മരുഭൂമിയിലെ കൊടുങ്കാറ്റ് ഇവിടേക്ക് വരും. ആ സമയം മണ്ണിൽ മുങ്ങിപ്പോകും. രക്ഷപ്പെടണമെങ്കിൽ സ്വന്തം മാന്ത്രിക ശക്തി ഉപയോഗിക്കേ. മാന്ത്രിക ശക്തി ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ നമ്മുടെ കഥ കഴിയും. ബുദ്ധിമുട്ടുകൾ കൂടുമ്പോൾ സ്വയം മാന്ത്രിക ശക്തികൾ പുറത്തു വരും. ഇനി വീണ്ടും ശ്രമിക്കൂ. അങ്ങനെയല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് ആലോചിക്ക്, എന്നിട്ട് സഞ്ചരിക്ക്. ഈ മൃഗങ്ങളൊക്കെ ഇവിടെ എങ്ങനെയാ വന്നത്? ഞാനതിന് കാടിനെ കുറിച്ച് ചുമ്മാ ചിന്തിച്ചതല്ലേ ഉള്ളൂ. എടാ, അവരെ ഇങ്ങോട്ടല്ല വിളിക്കേണ്ടത്, നീ അങ്ങോട്ടല്ലേ പോകേണ്ടത്. മാത്രമല്ല സ്റ്റാർ അല്ല, ദാ ഇങ്ങനെ റിങ്ങാണ് ഉണ്ടാക്കേണ്ടത്. നിനക്ക് കഴിക്കാൻ എന്താ ഇഷ്ടമുള്ളത്? എന്റെ പൊന്നാശാനെ, ഇവര് തീറ്റ മത്സരത്തിന് വേണ്ടിയല്ല ഇങ്ങോട്ട് വന്നത്, മൈൻഡ് മാജിക് പഠിക്കാനാ. അതങ്ങോട്ട് പഠിപ്പിച്ചാ മതി. അയ്യോ, ഞാൻ ആകെ തെറ്റിദ്ധരിച്ചു. എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഹണിയെ പഠിപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങൾ ആലോചിക്കുമായിരുന്നു. പറയൂ, നിനക്ക് എന്താണ് ഇഷ്ടം? ബനാന കേക്ക്. എങ്കിൽ നീ ആലോചിക്ക്, നീ പോകുന്ന സ്ഥലത്ത് ബനാന കേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന്. അടിച്ചു പൊളിച്ചു തിമിർത്തു. ഗുരുജിയുടെ ബുദ്ധി സമ്മതിച്ചു തന്നിരിക്കുന്നു. സംശയമുണ്ടോ? ഹണിക്ക് ഏതായാലും ബുദ്ധിയില്ലെന്ന് മനസ്സിലായി. പക്ഷെ എന്റെ കാര്യം അങ്ങനല്ലല്ലോ. ചേട്ടാ, ഇങ്ങനെ തല്ലാനും ട്രെയിനിങ് കൊടുക്കുന്നുണ്ടോ? ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ആയുധങ്ങളുണ്ട്, അത് ഇനി നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി അതിന്റെ ട്രെയിനിങ് ആണ്. ഹൈ, തുടങ്ങാം. എന്റെ ഭായി, ഞാനുള്ളപ്പോ എന്റെ കൂട്ടുകാരെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. ചേട്ടാ, ഇതിപ്പോ ഫ്രിഡ്ജില് ഫ്രീസറിൽ ഐസ്ക്രീം വെച്ച അവസ്ഥയായല്ലോ. ഹൈ, നിങ്ങളുടെ എല്ലാം മുഴുവൻ പവറും നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരൂ. അടിപൊളി. ഇതിനാണ് പറയുന്നത് തലച്ചോറിന്റെ ശക്തി. കൊച്ചളിയ, മുഴുവനായിട്ട് കാലിയായിട്ടില്ല, കുറച്ചൊക്കെ തലച്ചോറുണ്ട് എനിക്ക്.
ലാസ്റ്റ് ട്രെയിനിങ് ജിങ്കാലാലയുടെ ആയുധങ്ങളെ കുറിച്ച് നിങ്ങൾ എല്ലാവരും മൾട്ടിപ്ലൈ ചെയ്തു നോക്കണം. അവൻ നിങ്ങളുടെ തലച്ചോറ് വെച്ചാണ് കളിക്കുന്നത്. അതിനുശേഷം ഹോളോഗ്രാഫിക് ഇമാജിനേഷൻ ക്രിയേറ്റ് ചെയ്യും. അതിനെയാണ് മൈൻഡ് മാജിക് എന്ന് പറയുന്നത്. ഒറിജിനൽ ആരാണെന്ന് തിരിച്ചറിയാനുള്ള കഴിവ് വേണം. നിങ്ങൾ പറയണം ഞാനിപ്പോ എവിടെയാണെന്ന്. എന്റെ രൂപം ഞാൻ 10 ആക്കി മാറ്റുകയാണ്. നിങ്ങൾ പറയണം ഞാനിപ്പോ എവിടെയാണെന്ന്. കണ്ടുപിടിച്ചാൽ ഞാൻ ഔട്ട്. അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ ചെയ്യേണ്ടി വരും. 10, 9, 8, 7, 6, 5, 4, 3, 2, 1. ഇനിയും കണ്ടുപിടിക്ക. ഇതിപ്പോ കണ്ടുപിടിക്കാൻ എന്താ ഉള്ളേ? ഗുരുജി പല്ലിയെപ്പോലെ തലകുത്തിതാ മുമ്പിൽ തന്നെ നിൽക്കുമല്ലേ? ഞാൻ വീണ്ടും തെറ്റിദ്ധരിച്ചു. ഇതൊരു ട്രയലാണ്. ഇനി ശരിക്കുള്ളത് കാണിച്ചു തരാം. എനിക്കൊരു സംശയം. നമ്മളിവിടെ ട്രെയിനിങ്ങിന് വന്നതാണോ അതോ തല്ലുകൊള്ളാൻ വന്നതാണോ? ഞാനാകെ തെറ്റിദ്ധരിച്ചു. ഞാൻ ഗുരുവാണ്. ഗുരുക്കന്മാരെ ഇങ്ങനെയൊക്കെ തല്ലാൻ പാടുണ്ടോ? തെറ്റിദ്ധരിച്ചില്ല. ഞാൻ ഒട്ടും തെറ്റിദ്ധരിച്ചില്ല. സന്തോഷമായി എനിക്ക്. നിങ്ങൾ എല്ലാവരും പാസ്സായിരിക്കുന്നു. കുട്ടികളെ, നിങ്ങൾ എല്ലാവരും പാസ്സായിരിക്കുന്നു. എല്ലാ പേപ്പറും നന്നായിട്ട് എഴുതി. പക്ഷെ റിസൾട്ട് ഒക്കെ ഞാൻ നാളെ പറയുള്ളൂ. ഒന്നും പറയണ്ട, തെറ്റിദ്ധരിക്കും. കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യ്, പിന്നെ എല്ലാം ശരിയാവും. റിസൾട്ട് എന്തായാലും എല്ലാ സബ്ജക്റ്റിന്റെയും മാർക്ക് നോക്കിയാ പറയാൻ പറ്റുള്ളൂ. അപ്പോഴേ തോറ്റവനാരാ ജയിച്ചവനാരാന്ന് അറിയാൻ പറ്റൂ. കൂട്ടുകാരെ, ഇത് കൈവിട്ട് പോയെന്നാ തോന്നുന്നത്. കൂട്ടുകാരെ, രാത്രിയായി. വാ, പോയി കിടന്ന് ഉറങ്ങാം. ഇദ്ദേഹത്തോട് നാളെ സംസാരിക്കാം. നിങ്ങൾ എവിടെ പോവാണ്? അവധിക്കുള്ള മണി ഇതുവരെ മുഴങ്ങിയിട്ടില്ല. എല്ലാവരെയും ഞാൻ കോഴിയാക്കി കളയും. ഇപ്പൊ നിങ്ങൾ എല്ലാവരും തയ്യാറാണ്? ഞാൻ തയ്യാറായിട്ടില്ല ഗുരുജി. ഭയങ്കര തണുപ്പായതുകൊണ്ട് ഇന്ന് ഞാൻ കുളിച്ചിട്ടേ ഇല്ല. എടാ കഴുതേ, അദ്ദേഹം പറഞ്ഞത് നമ്മൾ ആ വില്ലനോട് ഏറ്റുമുട്ടാൻ തയ്യാറായെന്നാണ്. അതെ, ശരിയാണ്. ആ ജിങ്കാലാലയും ഹുറുഹുറും ചേർന്ന് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ശക്തികളെല്ലാം ദുരുപയോഗം ചെയ്തിരിക്കുകയാണ്. അതിനുള്ള ശിക്ഷ കൊടുക്കാൻ അവർക്ക് സമയവുമായിരിക്കുന്നു. ഗുരുജി പറഞ്ഞോളൂ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് പിന്നെ വേറൊന്നുമല്ല സാറേ. സാർ എനിക്ക് ഓർഡർ തന്നാൽ മതി, ഞാൻ സാധനമൊക്കെ എത്തിക്കാം. പറ, എന്താ കഴിക്കാൻ വേണ്ടത്? ഞങ്ങളുടെ ഗ്രാമത്തിലെ സ്പെഷ്യൽ ട്രിപ്പിൾ ഫ്രൈഡ് റൈസ് ഉണ്ട്, വേണോ? പക്ഷേ ഞാൻ വെജിറ്റബിൾ മംഗോളിയൻ ഗ്രേവിയാണ് ഞാൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. അയ്യോ, ഞാൻ വീണ്ടും തെറ്റിദ്ധരിച്ചു. ഗുരുജി, ഇത് തെറ്റിദ്ധരിക്കാനുള്ള സമയമല്ല. നാളെ താങ്കളുടെ ഞങ്ങളുടെ ശത്രു നഗരം ആക്രമിക്കാൻ വരികയാണ്. പക്ഷേ അവൻ ജയിക്കില്ല മക്കളെ. എന്റെ അനുഗ്രഹം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. പോയി വരൂ. എന്റെ ഭായി, താങ്കളുടെ അനുഗ്രഹത്തോടൊപ്പം താങ്കളുടെ കുറച്ച് ആയുധങ്ങൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ആ ജിങ്കാലാലയോടും ഹുറുഹുറുവിനോടും ഏറ്റുമുട്ടാൻ നിങ്ങളുടെ തലച്ചോറ് തന്നെയാണ് ഏറ്റവും മികച്ച ആയുധം. നിങ്ങളുടെ മൈൻഡ് മാജിക്. പക്ഷെ എന്റെ കയ്യിൽ ആ പറഞ്ഞ സാധനം ഇല്ലല്ലോ. അപ്പൊ പിന്നെ എങ്ങനെ മാജിക് ചെയ്യും? ഗുരുജി, എനിക്ക് മിക്കവാറും ആയുധം വേണ്ടി വരും. ആ വസ്തുക്കൾ നിന്നെ സ്വയം തിരഞ്ഞെടുത്തതാണ്. എല്ലാവരും ധരിച്ചോളൂ. വിജയീ ഭവ. എടാ കിറ്റ്കിറ്റെ, നമുക്കെന്തായാലും പറന്നു പോകാം. മൂർത്തിയുടെ തല ഒരിക്കലും കളവ് പോവാൻ പാടില്ല. ഇത് നമ്മുടെ നാടിന്റെ മാനാഭിമാനത്തിന്റെ പ്രശ്നമാണ്. ശത്രുക്കളെ എല്ലാം ഞാൻ ഒന്നടങ്കം നശിപ്പിച്ചു കളയും. എന്റെ പേരാണ് ജിങ്കാലാല. ഇവിടെ നിന്ന് ഞാൻ കൊണ്ടുപോകും മൂർത്തിയുടെ തല. നിങ്ങൾ എത്ര വല വിരിച്ചാലും കിട്ടില്ല എന്റെ തല. ജിങ്കാലാല, ഇന്നത്തോടെ നിന്റെ കഥ ഞങ്ങൾ കഴിക്കും. ജിങ്കാലാല, നോക്ക്, മോമോ ഡീംഷിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഡ്രസ്സുകളല്ലേ അത്? നമ്മുടെ ഗുരുവിന് പോലും നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ഈ 4 കൃമികീടങ്ങൾ നമ്മളെ എന്ത് ചെയ്യാനാണ്? നമ്മുടെ തലച്ചോറിന്റെ ശക്തി തന്നെ ഇവിടെ ഉപയോഗിക്കേണ്ടി വരും. എന്നാ വേഗാവട്ടെ. എന്നിട്ട് നിങ്ങൾ പറഞ്ഞാ മതി ഇതിൽ ആരൊക്കെയാ ഒറിജിനൽ എന്ന്.
അയ്യോ, നമ്മളിങ്ങനെ എത്ര നേരമാണ് ഏറ്റുമുട്ടുന്നത്? ഇവന്മാരുടെ മൈൻഡ് മാജിക് അവസാനിപ്പിക്കണം. ഞാൻ ആക്രമിക്കാം. ശരിക്കുള്ള ജിങ്കാലാല ഞങ്ങളോട് ഏറ്റുമുട്ടും. ആ നിൽക്കുന്ന ജിങ്കാലാലയാണ് പ്രതികരിച്ചത്. അപ്പൊ അവനാണ് ഒറിജിനൽ. അല്ല, ഇതിലിപ്പോ ആരാ ഒറിജിനല്? നമുക്ക് എല്ലാവർക്കും ചേർന്ന് ആക്രമിക്കാം. ആക്രമിക്കാം. ആരും ബിൽഡിംഗിന്റെ അകത്തേക്ക് പോകാൻ പാടില്ല. ടീം എക്സ് കൂടുതൽ ശക്തികളുമായി തിരിച്ചു വന്നിരിക്കുകയാണ്. അമ്മാൻ അവിടെയുണ്ട്, വേഗം പിടിക്കാം. ഇതാ വന്നു ഹരിയാലി. ഈ നഗരത്തെ ഞാൻ എന്റെ മന്ത്രശക്തി കൊണ്ട് നശിപ്പിക്കുന്നതാണ്. താങ്ക് യു കൊണ്ടൊന്നും കാര്യം നടക്കില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, ആ ഇൻസ്റ്റിറ്റ്യൂട്ട് കൈക്കലാക്കാൻ നീ എന്നെ സഹായിച്ചേ മതിയാകൂ. നീ വേഗം ഇവരെ അവസാനിപ്പിക്കാം. ഹരിയാലിയുടെ ശക്തികൾക്ക് ഒരിക്കലും അവസാനമില്ല. ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. രക്ഷിക്ക്, എന്റെ ശക്തികൾ ക്ഷയിക്കുകയാണ്. എന്നെ രക്ഷിക്കൂ, ഞാനിപ്പോ താഴെ വീഴും. അയ്യോ! കൈ കിട്ടി. ടീം എക്സ് ഇനി ഒരാൾ കൂടി ബാക്കിയുണ്ട്. താങ്ക് യു ടീം എക്സ്. നിങ്ങൾ ഒരിക്കൽ കൂടി ഈ നാടിന്റെ മാനം കാത്തിരിക്കുന്നു. ഈ നാടിന് എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ഞങ്ങൾ എത്തുന്നതായിരിക്കും. കൊച്ചലിയ, ആ ഡ്രസ് എങ്ങോട്ടാ പോയത്? അവരുടെ ജോലി കഴിഞ്ഞിരിക്കുന്നു. അവര് വീണ്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിലോട്ട് പോയി. എല്ലാവരെയും ജയിലിലേക്ക് കൊണ്ടുപോകും. ഇവരിലൂടെ മൂർത്തിയുടെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് കണ്ടുപിടിക്കണം. ഇവിടെ വരൂ. നിങ്ങൾ വീണ്ടും ഈ നാടിന്റെ അഭിമാനമായിരിക്കുന്നു. നിങ്ങളെ കാണാൻ ഞങ്ങൾ നേരിട്ട് വന്നിരിക്കുന്നു. ജിങ്കാലാല ഹൂർ, നിങ്ങൾക്കും ടീം എക്സിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനായില്ല. ടീം എക്സ് അങ്ങനെ ജിങ്കാലാലയും കൂട്ടുകാരെയും എന്നേക്കുമായി പൂട്ടിയിരിക്കുന്നു. ടീം എക്സ് പവർഫുൾ ആണെന്ന് അവരൊരിക്കൽ കൂടി തെളിയിച്ചിരിക്കുന്നു. നിങ്ങൾ ഹീറോസ് ആണ്. ഈ നാടിന്റെ ബിഗ് ബോസ് ആണ്. എവിടെയാണോ സന്തോഷവും സമാധാനവും ഉള്ളത് അവിടെ ടീം എക്സും ഉണ്ടാവും. ആൻഡ് നൗ ദിസ് ടീം എക്സ് സ്റ്റോറി കണ്ടിന്യൂ. Ha 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 ha!